ഹലോ എവരിവൺ. സോ അടിപൊളിയായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പറയുകയാണ്, അതായത് നീറ്റിന്റെ സിലബസിന്റെ അവസാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സ്പെരിമെന്റൽ സ്കിൽസ് എന്നുള്ളൊരു ടോപ്പിക്. അതിൽ നമുക്ക് +2 നിന്ന് വരുന്ന എക്സ്പെരിമെന്റൽ സെറ്റപ്സ് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ +2 കടക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് നമുക്കിപ്പോൾ സംസാരിക്കാം ഓംസ് ലോ ആണ്. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും റെസിസ്റ്റൻസ് ഓഫ് എ വയർ യൂസിങ് ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഒരു ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഓംസ് ലോ? V is equal to IR. V directly proportional to I or V is equal to IR എന്നുള്ള റിസൾട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. V directly proportional to I or V is equal to IR എന്നുള്ള റിസൾട്ട് പഠിക്കുന്നില്ലേ? സോ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ലാബിൽ ചെയ്യുന്നുണ്ട്. സോ ആ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കി നോക്കാം, എങ്ങനെയാണ് ആ എക്സ്പെരിമെന്റ് വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നിങ്ങൾ നോക്കേണ്ട ഐഡിയ ഇത്രയേ ഉള്ളൂ. To determine resistance per unit length of a wire by plotting graph of a potential difference versus current. അതായത് വിയും ഐയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് നിങ്ങളോട് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഫോർ ദിസ് മെത്തേഡ്? ഓംസ് ലോ തന്നെ. എന്താണ് ഓംസ് ലോ? If I be the current flowing through the conductor and V be the potential difference across its ends, then according to Ohm's law, we know that V directly proportional I. വേറെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് മക്കളെ? നമ്മൾ പഠിക്കുന്നുണ്ട് what is resistance? Resistance R is equal to rho L divided by A എന്ന് പറയുന്നുണ്ട്. What is rho? Specific resistance or resistivity. L length of the wire ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ റോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണോ റെസിസ്റ്റിവിറ്റി ആണ്. സോ അവിടെ നമുക്ക് V is equal to IR എന്ന റിസൾട്ട് വരുന്ന സമയത്ത് R നമുക്ക് റോ L by A എന്ന് കൊടുക്കുകയാണെങ്കിൽ റോ L by A into I എന്ന് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഇതാണ് ബേസിക് ലോ, ഓംസ് ലോ. സോ ഓംസ് ലോ വെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ഒരാളുടെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ വിയും ഐയും നമ്മളെ ഗ്രാഫ് വരച്ചു. ഇത് V ആണ്, ഇത് I ആണ്. ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് സ്ലോപ്പ് ഹിയർ? ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ I. Y ആക്സിസ് ഡിവൈഡ് ബൈ X ആക്സിസ് അല്ലേ? V ഡിവൈഡ് ബൈ I എന്ന് പറയുമ്പോൾ എന്താ? റെസിസ്റ്റൻസ് ആണ്. എന്നാൽ വരച്ചിരിക്കുന്ന ഗ്രാഫ് I വേഴ്സസ് V ആണെങ്കിൽ, അതായത് Y ആക്സിൽ കറണ്ടും X ആക്സിൽ വിയും ആണെങ്കിലോ, അപ്പൊ നമ്മൾ എന്താ വരയ്ക്കുക? ഇങ്ങനെയല്ലേ ഗ്രാഫ് വരിക. സോ ഞാൻ ഇതിന്റെ സ്ലോപ്പ് ചോദിച്ചാൽ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ Y ആക്സിസ് ഡിവൈഡ് ബൈ X ആക്സിസ് I ഡിവൈഡ് ബൈ V എന്ന് വരും. നമുക്കറിയുന്ന ഓംസ് ലോ പ്രകാരം V is equal to I into R അല്ലേ? സോ R is equal to നമുക്ക് എന്താ? V by I. സോ I ഡിവൈഡ് ബൈ V എന്ന് പറഞ്ഞാൽ നമുക്ക് 1/R അല്ലേ കിട്ടുക. സോ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ VI ഗ്രാഫിന്റെ സ്ലോപ്പ് നിന്ന് നമുക്ക് റെസിസ്റ്റൻസിലേക്ക് എത്താം. അതായത് Y ആക്സിൽ വിയും X ആക്സിൽ I ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. Y ആക്സിൽ ഐയും X ആക്സിൽ വിയും ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ഐഡിയയും കൂടി നിങ്ങളെ മനസ്സിൽ വേണം ശരിക്കും ഈ ഒരു എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഗ്രാഫ് അത് തന്നെയാണ്. അതായത് Y ആക്സിൽ ഐയും അതേപോലെ X ആക്സിൽ വോൾട്ടേജുമാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമുക്കറിയാം V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ I ആയതുകൊണ്ട് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന റീഡിങ്സ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ റീഡിങ്സിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം. അതിന്റെ സ്ലോപ്പ് എടുത്താൽ V ആയതുകൊണ്ട് സ്ലോപ്പ് 1/R ആയിരിക്കും. സോ നമുക്ക് ലെങ്ത് ഓഫ് ദ വയർ അറിയാമെങ്കിൽ വാട്ട് ഈസ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്? R/L ആണ്. ലെങ്ത് ഓഫ് ദ വയർ നമുക്ക് തന്നിരിക്കുന്ന വയറിന്റെ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ വയറിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ അതിന്റെ ലെങ്ത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും. സോ ഇതാണ് പ്രിൻസിപ്പിൾ. അപ്പൊ നിങ്ങളുടെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പൊ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രാഫിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നു, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ചോദിച്ചിരിക്കുന്ന എയിമിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി ഇതിന്റെ ഒബ്സർവേഷൻസ് ആണ്. എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? അമ്മീറ്ററിന്റെ റേഞ്ച് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന അമ്മീറ്റർ ഇപ്പോൾ 10 മില്ലി ആംബിയർ ആണ് മെഷർ ചെയ്യുന്ന വെറുതെ വിചാരിക്കൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0.1 മില്ലി ആംബിയർ ടു 1 മില്ലി ആംബിയർ റേഞ്ച് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. വെറുതെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മില്ലി ആംബിയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 0.1 മില്ലി ആംബിയർ ടു 1 മില്ലി ആംബിയർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ലീസ്റ്റ് കൗണ്ട് കിട്ടും. അതായത് അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വോൾട്ട് മീറ്ററിനും ഒരു റേഞ്ച് ഉണ്ടാവും. വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് ഇപ്പോൾ 1 വോൾട്ട് ടു 10 വോൾട്ടോ ആ റേഞ്ച്, ഐ മീൻ ചെറിയ റേഞ്ച് എടുത്താൽ മതി. 1 വോൾട്ട് ടു അല്ലെങ്കിൽ 0.1 വോൾട്ട് 1 വോൾട്ട് എന്ന റേഞ്ച് എടുക്കുന്നു. അതിനും ഒരു ലീസ്റ്റ് കൗണ്ട് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ആ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്?
ആ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം വി ഐ എന്നുള്ള ഗ്രാഫുകൾ ഓരോ വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ വി കൊടുക്കുന്നു, ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ കറണ്ട് എത്രയാ, അടുത്തൊരു വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ കറണ്ട് എത്രയാ, അടുത്തൊരു വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ കറണ്ട് എത്രയാ. അങ്ങനെ നിങ്ങൾ 6 റീഡിങ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ കറണ്ട് വാല്യൂസ് കിട്ടും. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വി ഐ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വി ഐ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആക്ച്വലി വരച്ചിരിക്കുന്ന ഗ്രാഫ് നമുക്ക് ചെറിയ എറേഴ്സ് ഒക്കെ സംഭവിക്കല്ലോ. അപ്പൊ ചെറിയ ചെറിയ എറേഴ്സ് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ റീഡിങ് ഇങ്ങനെ ആയിരിക്കും, ഒരു റീഡിങ് ഇത്, ഒരു റീഡിങ് ഇവിടെ, ഒരു റീഡിങ് ഇവിടെ, ഒരു റീഡിങ് ഇവിടെ, ഇങ്ങനെ ആയിരിക്കും പോവുക. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ ഏകദേശം മാക്സിമം പോയിന്റ്സുകൾ കടന്നു പോകുന്ന പോയിന്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, റീഡിങ് വരയ്ക്കും. അപ്പോൾ ചെറിയതായിട്ടുള്ള എറേഴ്സ് കൊണ്ടാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സുകൾ മാറിപ്പോകുന്ന ചാൻസ് ഉള്ളത്. എന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു ഗ്രാഫ് കിട്ടും. വി കൊടുക്കുമ്പോൾ ഏകദേശം അതിന് കറസ്പോണ്ടിങ് ഉള്ള അതിൽ ഒരു ഗ്രാഫ് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ഓരോ കേസിലുണ്ടാവുന്ന റെസിസ്റ്റൻസ് കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, റെസിസ്റ്റൻസ് എടുക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇപ്പോൾ പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെറസ് കറണ്ട്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് നമ്മൾ കണ്ടുപിടിക്കുന്നു, സ്ലോപ്പ് വരെ കണ്ടുപിടിക്കുന്നു. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അല്ല, ഐ വി ഗ്രാഫ് ആകുമ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/r ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ വയർ ദെൻ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ദ സ്ലോപ്പ് ആണ്. സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. സോ 3 റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ r/l. അപ്പൊ നമ്മൾ ഓരോ റീഡിങ്ങും എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് അതിന്റെ ഒരു മീൻ വാല്യൂ എടുക്കുക. പിന്നെ ഇവിടെ എറർ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ എപ്പോഴും റീഡിങ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സ്മോൾ ആർ എഴുതാണെങ്കിൽ സ്മോൾ ആർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആർ എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. സ്മോൾ ആർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആർ. ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, ഈ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ അതിലെ എറർ ആണ്. സോ ആ എറർ നമുക്ക് എങ്ങനെ കിട്ടും, റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന എറർ എങ്ങനെ കിട്ടുക? നമുക്കറിയുന്ന ഇക്വേഷൻ ഇടാം, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓർ ആർ എന്ന് പറയാൻ എന്താ, വി ഡിവൈഡ് ബൈ ഐ അല്ലേ. ഇത് നമുക്ക് ഇങ്ങനെയല്ലേ ഇത് ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ഡിവൈഡ് ബൈ ഐ എന്ന് വരും. സോ ഈ എററും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് ഒരു പെർഫെക്റ്റ് ആവുക. റെസിസ്റ്റൻസ് ആർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആർ നമ്മൾ എഴുതുമ്പോഴാണ് റെസിസ്റ്റൻസ് പെർഫെക്റ്റ് ആവുക, ട്രൂ വാല്യൂ എഴുതുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഈ ഡെൽറ്റ വിയും ഡെൽറ്റ ഐയും എങ്ങനെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഡെൽറ്റ വി എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ട് മീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ്. ഡെൽറ്റ ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ്. അങ്ങനെ നിങ്ങൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുക, എററും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമില്ല. ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ, ബൈ യൂസിങ് ഓംസ് ലോ വി ക്യാൻ ഫൈൻഡ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കിട്ടും? വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് റെസിസ്റ്റൻസ്, ഐ വി ഗ്രാഫിന്റെ റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പ് ആണ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദെൻ റെസിസ്റ്റൻസിൽ നിന്ന് ഡിവൈഡ് ബൈ ലെങ്ത് കൂടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഈ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ്, അതിന്റെ എയിം, അതിന്റെ ഐഡിയ, അതാണ് നമുക്കിപ്പോൾ മനസ്സിലേക്ക് വേണ്ടത്. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാബിൽ പോയി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നതല്ല, ലാബിൽ ചെയ്യേണ്ട ഐഡിയ എന്താണെന്ന് നമുക്കൊരു ധാരണ വരുത്തുക, എന്താണ് അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഈ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പിൽ നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കും. നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്റർ ബ്രിഡ്ജ് ആണ്. സോ നമ്മൾ തൊട്ടുമുന്നത്തെ എക്സ്പെരിമെന്റ് ഓംസ് ലോ എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഐആർ. അത് അറിയാത്ത കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കില്ല. കാരണം എക്സ്പെരിമെന്റൽ സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് എന്താണ് എക്സ്പെരിമെന്റ് എന്ന് മാത്രം മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തിയറീസും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കുക, രണ്ടാമത്തെ എക്സ്പെരിമെന്റ് വരുന്ന സമയത്ത് മീറ്റർ ബ്രിഡ്ജ് ആണ്. എടാ മക്കളെ, എന്താണ് മീറ്റർ ബ്രിഡ്ജ്? നമുക്കറിയാം ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് എന്ത്, മീറ്റർ ബ്രിഡ്ജ്. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. നമുക്കറിയാം 5 റെസിസ്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇങ്ങനെ ഒരു റെസിസ്റ്റർ വരുന്നു. നമുക്ക് ഷേഡ് ഇത്തിരി കൂട്ടാം. ഇതൊരു റെസിസ്റ്റർ, ഇത് അടുത്ത റെസിസ്റ്റർ, ഇത് അടുത്ത റെസിസ്റ്റർ, ഇത് അടുത്ത റെസിസ്റ്റർ. ഇങ്ങനെ നമുക്ക് പി ക്യു ആർ എസ് എന്നുള്ള രീതിയിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കൊടുക്കുന്നു. ഇതിൻ്റെ അക്രോസ് നമ്മളൊരു ഗാലനോമീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഗാലനോമീറ്ററിൽ ഉണ്ടാകുന്ന റീഡിംഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ബൈ കണക്റ്റിംഗ് ആൻഡ് എക്സ്റ്റേണൽ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. കാരണം ഈ എൻഡിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ? അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഈ പിയും ക്യൂവും എന്തായിരിക്കും? സീരീസ് കണക്ഷൻ. ഈ ആറും എസും സീരീസ് കണക്ഷൻ. സോ നെറ്റ് വാല്യൂ എന്തായിരിക്കും? ഈ ഫിഗർ നമ്മൾ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കുക? പിയും ക്യൂവും സീരീസ് കണക്ഷൻ, അതുപോലെ ആറും അതേപോലെ തന്നെ എസും സീരീസ് കണക്ഷൻ. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്തായിരിക്കും? ഈ രണ്ട് പിയും ക്യൂവിൻ്റെ റെസിസ്റ്റൻസ് സീരീസ് കണ്ടുപിടിക്കുക, ആറും എസും സീരീസിൽ കണ്ടുപിടിക്കുക, അതിൻ്റെ എഫക്റ്റീവ് പാരലായിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ നമുക്ക് പ്രോബ്ലം അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് P/Qയുടെ റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് R/Sന് ഈക്വൽ ആയിരിക്കണം. P/Q is equal to R/S ആയിരിക്കണം. P/Q is equal to R/S ആയിരിക്കണം. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്.
ഈ പഠിച്ചിരിക്കുന്ന റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ സംസാരിക്കുന്ന അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്കിൽസാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണത്? അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ വയർ യൂസിങ് എ മീറ്റർ ബ്രിഡ്ജ്, ഹെൻസ് ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമുണ്ട്. R is equal to rho L by A ആണെങ്കിൽ വാട്ട് ഈസ് റോ? റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത് അല്ലേ? റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസും അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് സെറ്റപ്പ് ഇങ്ങനെയാണ്. അതായത് ഒരു 100 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള സ്കെയിൽ ഒരു 1 മീറ്റർ സ്കെയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അത് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ 2 ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ എൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് വെക്കുന്നു. ഇവിടെയാണ് നമുക്ക് അറിയുന്ന റെസിസ്റ്റൻസ്. ഈ എസ് ആണ് നമുക്ക് അറിയാത്ത റെസിസ്റ്റൻസ്. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ? ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ഫസ്റ്റ് 1 ഓം കണക്ട് ചെയ്യും. എന്നിട്ട് ഈ വയർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ വയർ നമ്മൾ ഈ ഒരു ബോക്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വയർ ഇവിടെ കൊടുത്തിരിക്കുന്ന മാങ്കാനിയം അല്ലെങ്കിൽ കോൺസ്റ്റന്റാൻ എന്നുള്ള പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലൂടെ കടത്തി പോകുന്ന സമയത്ത് ഈ ഗാലനോമീറ്റർ റീഡിംഗ് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തായിരിക്കും? 0 എന്ന് കാണിക്കും. അതായത് ഗാലനോമീറ്ററിൽ ദർ ഇസ് നോ റീഡിംഗ്, ഒരു റീഡിങ്ങും കാണിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ഒരു റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഓരോരോ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനൊരു റെസിസ്റ്റൻസ് സെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 1 ഓം ആണ് ഞാൻ അവിടെ റെസിസ്റ്റൻസ് ബോക്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടത്തെ നിന്ന് ഈ ജോക്കി മൂവ് ചെയ്ത് പോകുമ്പോൾ ഒരു ബാലൻസിങ് പോയിന്റ് കിട്ടും. ഇതാണ് ആദ്യത്തെ ബാലൻസിങ് പോയിന്റ്. സോ ഈ ദൂരമാണെന്ത്? L ആണെങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 100 മൈനസ് L ആയിരിക്കും. ഈ ദൂരം L ആണെങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 100 മൈനസ് L ആയിരിക്കും. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസിങ് ലെങ്ത് ടൈമിലാണ് സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് S ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ L ഡിവൈഡ് ബൈ 100 മൈനസ് L ആയിരിക്കും. സോ S ഇസ് ഈക്വൽ ടു R ഇൻറ്റു L ഡിവൈഡ് ബൈ 100 മൈനസ് L എന്ന് നമ്മൾ എഴുതുക. സോ നമ്മൾ ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുക. ബാലൻസിങ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് കിട്ടും. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് കിട്ടും. സോ വാട്ട് ഈസ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്? റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സപ്പോസ് നിങ്ങൾ സിഗ്മ എന്ന് വിചാരിക്കൂ. അപ്പോൾ L ലെങ്ത്തിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ഇൻറ്റു L A എന്ന് വരും. അതുപോലെ ഇതിനെ L എന്ന് കൊടുക്കാം. അതുപോലെ 100 മൈനസ് L ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് 100 മൈനസ് L ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ L ഡിവൈഡ് ബൈ 100 മൈനസ് L എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ അങ്ങനെ ഓരോരോ റീഡിങ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ബാലൻസിങ് ലെങ്ത് കിട്ടും. അതാണ് ഇതിൻ്റെ സിമ്പിൾ ആപ്ലിക്കേഷൻ. സോ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് മീറ്റർ ബ്രിഡ്ജ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മീറ്റർ ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. P/Q ഈക്വൽ ടു R ബൈ S ആണ്. സോ അൺനോൺ റെസിസ്റ്റൻസ് ഈക്വൽ ടു R ഇൻറ്റു L ഡിവൈഡ് ബൈ 100 മൈനസ് L ആണ്. എങ്ങനെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുക? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് റോ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും. അതിന് നമുക്ക് ഡയമീറ്റർ അറിയണം. ഏരിയ വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റീഡിങ് മെയിൻ സ്കെയിൽ റീഡിങ് സർക്കുലർ, അതായത് സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വയറിൻ്റെ റീഡിങ്സ് എടുക്കുക. നിങ്ങൾ +1 എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിൽ പഠിക്കുന്നുണ്ട് സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നമ്മൾ വയറിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കും. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് അറിയാലോ, MSR പ്ലസ് അല്ലെങ്കിൽ പിച്ച് സ്കെയിൽ റീഡിങ് പ്ലസ് ടോട്ടൽ റീഡിങ് ഇസ് ഈക്വൽ ടു പിച്ച് സ്കെയിൽ റീഡിങ് പ്ലസ് ഹെഡ് സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ടോട്ടൽ റീഡിങ് എടുക്കുന്നു. അങ്ങനെ 3-4 ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ടോട്ടൽ റീഡിങ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ടോട്ടൽ റീഡിങ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വയറിൻ്റെ റേഡിയസ് അറിയുന്നു. റേഡിയസ് അറിയുന്ന സമയത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ πr² നമ്മൾ എത്തുന്നു. സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ ബാലൻസിങ് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ റെസിസ്റ്റൻസ് കൊടുക്കുക. 1 ഓം കൊടുക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ലെങ്ത്ത് ഫോർ എക്സാമ്പിൾ 70 ആണെങ്കിൽ ബാലൻസിങ് ലെങ്ത്ത് ഓഫ് AD എന്തായിരിക്കും? 100 മൈനസ് L. അതായത് ഇത് L ആണ്, ഇത് 70 ആണെങ്കിൽ മറ്റേത് 100 മൈനസ് L ആയിരിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു 3-4 ഒബ്സർവേഷൻസ് നമ്മൾ ഓരോരോ റെസിസ്റ്റൻസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നു. അതേപോലെ ഇത് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെക്കുന്നതിന് പകരം റൈറ്റ് ഗ്യാപ്പിലും വെക്കുന്നു. നമ്മൾ 2 ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ലെഫ്റ്റ് ഗ്യാപ്പിലാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾ റൈറ്റ് ഗ്യാപ്പിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്സർവേഷൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺക്ലൂഷനിലേക്ക് എത്തുക. സോ അങ്ങനെയാണ് നമ്മൾ റീഡിങ് എടുക്കുക. അപ്പോൾ അവിടെ 2 ഒബ്സർവേഷൻസ് ഉണ്ട്. അതായത് വയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിക്കണം. എന്നിട്ട് നോർമലി നമ്മൾ ഓരോരോ റെസിസ്റ്റൻസ് ബോക്സിൽ ഓരോരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് കിട്ടും, ചെറിയ വേരിയേഷൻ. എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുക. ദെൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ റോ ഈക്വൽ ടു πr², S ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ πr² ബൈ L അല്ലേ. സോ അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എറർ എഴുതാൻ അറിയാലോ. എല്ലാവർക്കും എററിൻ്റെ ഇക്വേഷൻ എഴുതാൻ അറിയാം.
റോ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എല്ലിൽ പവറുള്ള ആളുകളുടെ ടേം മുന്നിലെടുത്ത് എഴുതണം. അപ്പോൾ ഡെൽറ്റ റോ ബൈ റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ എസ് പ്ലസ് 2 ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ. സോ എറർ ഉണ്ടെങ്കിൽ എററും കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ഫൈനൽ ആൻസർ എഴുതേണ്ടത്. സോ ഇതാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. സോ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഫിഗർ തന്നിട്ട് ചിലപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദ്യങ്ങൾ വരാനുള്ളത്. മക്കളെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെയാണ്, പക്ഷേ എക്സ്പെരിമെൻ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ റീഡിങ് എഴുതി അതിൻ്റെ ഫൈനൽ ആൻസർ എന്തെന്നുള്ള രീതിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റ് സെറ്റപ്പിലും എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇത് തന്നെയാണ് നിങ്ങൾ പഠിച്ചതെന്നും അതെന്താണെന്ന് നമ്മൾ റിവൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മുടെ നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ പ്ലോട്ട് ഓഫ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ vs ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ എ ട്രയാങ്കുലർ പ്രിസമാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നല്ല ധാരണയുണ്ട് പ്രിസത്തിനെ പറ്റിയുള്ള ഐഡിയ. നമ്മൾ പ്രിസത്തിനെ പറ്റി പഠിച്ചിരിക്കുന്ന എല്ലാ ഐഡിയാസും തന്നെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്നത്. സോ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന രീതി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത്ര മാത്രമാണ് ശരിക്കും നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ ചെയ്യേണ്ട ഐഡിയ. സോ ഇവിടെ എയിം കൊടുത്തിരിക്കുന്നത് എന്താ? ടു ഡിറ്റർമൈൻ ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ എ ഗിവൺ ഗ്ലാസ് പ്രിസം ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ നമുക്കറിയുന്ന ഇവിടെ കാര്യമുണ്ട്. അതായത് ഒരു പ്രിസം എന്ന് പറയുന്ന സമയത്ത് 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടാവില്ലേ, 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടാവും, ഒരു ബേസ് ഉണ്ടാവും. സോ ഇവിടെ ഈ 2 റിഫ്രാക്റ്റിംഗ് സർഫസും കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രിസം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ആണല്ലേ, ആംഗിൾ ഓഫ് പ്രിസം ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് എ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അറിയോ, ഇങ്ങനെ ഒരു പ്രിസം നമ്മൾ പേപ്പറിൽ വെക്കും. എന്നിട്ട് അവിടേക്ക് നമ്മൾ 2 പോയിന്റ്സ്, അതായത് ഒരു നോർമലി വരയ്ക്കുന്നു. ആ നോർമലിലേക്കായിട്ട് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യും. നോർമലിലേക്ക് നമ്മൾ വരുന്ന പോലെ ആംഗിൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ വരുന്ന ആംഗിൾ നമ്മൾ എന്ത് ചെയ്യടാ, ഈ വരുന്ന ആംഗിൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ലൈനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആംഗിളിലൂടെയാണ് ലൈറ്റ് റേ വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യും, എന്താ പറയുക, ശരിക്കും ഇത് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഓർമ്മ വരുന്നു. അതായത് ട്രയാങ്കുലർ പ്രിസം വെക്കും, ബേസിൽ പേപ്പറിൽ വെക്കും. എന്നിട്ട് നമ്മൾ LED അല്ലെങ്കിൽ ലൈറ്റ് അടിക്കും, ലേസർ അയക്കുന്ന സമയത്ത് ലേസർ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് പുറത്തേക്ക് പോകുന്ന ലൈന് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഒരു ആംഗിൾ സെറ്റ് ചെയ്യണം. ഈ ആംഗിൾ വിളിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ആംഗിൾ വിളിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ലൈറ്റ് ഇങ്ങോട്ടേക്ക് പോകുന്നു, അതിനുശേഷം പിന്നെ പുറത്തേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ലൈറ്റ് റേ ഈ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് റേ ഇങ്ങനെ വന്നു, ഇതിലൂടെ വന്നു, ഇങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ഔട്ടർ സർഫസിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് എമർജൻസി ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ്, റിഫ്രാക്റ്റിംഗ് സർഫസ് പുറത്തേക്ക്, രണ്ടാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് പോകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസി ഇ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് തട്ടിയിട്ട് R1 ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു R2 ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആംഗിൾസ് R1 R2 നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പോകേണ്ട വഴിയിൽ നിന്ന് എത്രത്തോളം ആംഗിൾ ഡീവിയേറ്റ് ചെയ്തു പോകും, ആ ഡീവിയേഷൻ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, ആ ഡീവിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡീവിയേഷൻ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ സമ്മപ്പ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നില്ല. എന്തൊക്കെയായിരുന്നു ഇക്വേഷൻസ് ഓർമ്മയുണ്ടോ? അതായത് I പ്ലസ് ഇ മൈനസ് എ ആണെന്ത്, ഡീവിയേഷൻ. I പ്ലസ് ഇ മൈനസ് എ, വേർ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2. ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസി മൈനസ് ആംഗിൾ ഓഫ് പ്രിസം ഈക്വൽ ടു ഡീവിയേഷൻ, വേർ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ അകത്തുണ്ടാവുന്ന ഈ ആംഗിൾസ്, ഈ അകത്തുണ്ടാവുന്ന ഈ 2 ആംഗിൾസിന് സമ്മിന് ഈക്വൽ ആയിരിക്കണം. ഇനി മിനിമം കണ്ടീഷൻ ആണെങ്കിലോ, മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ലൈറ്റ് റേ എങ്ങനെയാണ് കടന്നു പോവുക, ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ബേസിന് പാരലായിട്ടായിരിക്കും കടന്നു പോവുക. ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ബേസിന് പാരലായിട്ടായിരിക്കും കടന്നു പോവുക. ആ സമയത്ത് I is equal to E ആയിരിക്കും, R1 is equal to R2 is equal to R ആയിരിക്കും. സോ നമുക്ക് അവിടെ വാല്യൂ കൊടുക്കുമ്പോൾ ഡെൽ is equal to അതിന് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡെൽ is equal to I പ്ലസ് ഇ നമുക്ക് 2I എന്ന് എഴുതാം, മൈനസ് എ എന്ന് എഴുതാം. വാട്ട് ഈസ് എ is equal to R1 പ്ലസ് R2 അല്ലേ, 2R എന്ന് വരും. സോ നമുക്ക് 2I മൈനസ് എ എന്ന് വരും. സോ 2I is equal to ഡെൽറ്റ എം പ്ലസ് എ ഡിവൈഡ് ബൈ ഡെൽറ്റ എം പ്ലസ് എ വരും. സോ I is equal to ഡെൽറ്റ എം പ്ലസ് എ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതുപോലെ R is equal to a ബൈ 2 എന്ന് വരും. R is equal to a ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ട്രയാങ്കുലർ പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാൻ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് is equal to സൈൻ I എന്ന് പറയുമ്പോൾ a പ്ലസ് ഡെൽറ്റ എം ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ R ബൈ 2. ഈ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങളാണ് ശരിക്കും നമുക്ക് വരാറുള്ളത്. ഈ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങളാണ് നോർമലി നമുക്ക് വരാറുള്ളത്. സോ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം,
ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമ്മോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻ തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളിത് പഠിക്കാത്തതാണോ? പഠിച്ചത് തന്നെയാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നമ്മൾ അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. ഡൺ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എയിം എന്തായിരുന്നു? ടു ഡിറ്റർമിൻ ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ എ ഗിവൺ ഗ്ലാസ് പ്രിസം ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിലുണ്ടാവുന്ന ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഒരു ആംഗിൾ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം 2-3 ആംഗിൾസ് സെറ്റ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ട് ചെയ്യാനുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ ഇടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പോൾ ഒരു 30 ഡിഗ്രി വെക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വാല്യൂ കിട്ടും. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻസും നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് പറയുന്നതാ, ഐൻ്റെയും ഡിൻ്റെ ഡീവിയേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് വരും. ഗ്രാഫിൻ്റെ ഷേപ്പ് ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് വരും. എൻസിആർ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഫിഗർ കാണിക്കുന്നുണ്ട്, ഈ ഒരു ഷേപ്പിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഫിഗർ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ശരിയാവണമെങ്കിൽ, ഏകദേശം നിങ്ങൾ ചെയ്ത് ശരിയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഏകദേശം ഇതുപോലെ വരണം. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ നീട്ടിനൊക്കെ ചോദ്യം വരുമെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. സപ്പോസ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇതാണെന്ന് വിചാരിക്കും. ചോദ്യം ഇതാണ്: എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് എ സെർട്ടൻ ആംഗിൾ ഓൺ ആൻ ഇക്വലാറ്റർ ട്രയാങ്കുലർ പ്രിസം ആൻഡ് സഫേഴ്സ് മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ ആണ് ഇത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് √3. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കുലർ പ്രിസത്തിലേക്ക് വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ പഠിച്ചായിരുന്നു. എന്താണ് അത്? ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യമാണ് നീറ്റിന് വരിക. സൈൻ a + d / 2 ഡെൽറ്റം എന്നല്ല എഴുതിയിരിക്കുന്നത്, /2 / sin a/2. ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഐ കണ്ടുപിടിക്കാനാണ്. സോ നിങ്ങളിവിടെ ഈ സാധനത്തിന് കൊടുക്കുന്നതിന് പകരം ഇവിടെ സൈൻ ഐ എന്ന് കൊടുത്താൽ മതി. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും വാട്ട് ഈസ് സൈൻ ഐ. സൈൻ ഐ ഈസ് ഈക്വൽ ടു n × sin a / 2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. വാട്ട് ഈസ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആവുന്ന സമയത്ത് ആംഗിൾ ഓഫ് പ്രിസം 60 ആയിരിക്കും. അപ്പോൾ നമുക്ക് sin 60 / 2 sin 30 എന്ന് വരും. വാട്ട് ഇസ് വാല്യൂ ഓഫ് sin 30? sin 30 എന്ന് പറഞ്ഞിരിക്കുന്ന 1 / 2 ആണ്. സോ √3 / 2 എന്ന് കിട്ടും. അപ്പോൾ മക്കളെ sin ഐയുടെ വാല്യൂ നിങ്ങൾക്ക് √3 / 2 കിട്ടുകയാണെങ്കിൽ, സൈൻ്റെ വാല്യൂ √3 / 2 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും അത് ഏത് ആംഗിൾ വരിക. sin 30 1/2 ആണ്, sin 60 അല്ലേ വരിക. അപ്പോൾ ഐയുടെ വാല്യൂ 60 ഡിഗ്രി എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പഠിക്കാനുണ്ടോ? അങ്ങനെ സ്പെഷ്യലായിട്ട് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ പഠിച്ചത് തന്നെ ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് എക്സ്പെരിമെൻറ്റ്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്ക്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ശരിക്കുമുള്ള ചോദ്യം ഇതാണല്ലേ. ദ ഗ്രാഫ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ എ ട്രയാങ്കുലർ പ്രിസം എന്തായിരിക്കും? ഈ ഒരു ഷേപ്പ് ആയിരിക്കും അല്ലേ. ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിലുള്ള ഗ്രാഫ് വരിക ഓപ്ഷൻ സി ആയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച തിയറി തന്നെയാണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് മൂവ് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് PN ജംഗ്ഷൻ ഡയോഡിന്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനാണ്. സോ ബയാസിംഗ് എന്ന് പറയുന്ന സമയം നമുക്കറിയാം PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയാസിലേക്കും അതേപോലെ റിവേഴ്സ് ബയാസിലേക്കും കണക്ട് ചെയ്യും. എന്താണ് ഒരു PN ജംഗ്ഷനെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾക്ക് വേണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഈ ഒരു എക്സ്പെരിമെൻ്റൽ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ തിയറീസ് നല്ല രീതിയിൽ അറിയാം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു ധാരണ നിങ്ങൾ നിർബന്ധമായിട്ടും വരുത്തണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. സോ ഞാനിതാ ഈ PN ജംഗ്ഷൻ ഡയോഡിനെ, ഈ Pനെ ഞാനൊരു പോസിറ്റീവ് ടെർമിനലും എന്നിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോർവേഡ് ബയാസ് എന്നും, അതുപോലെ PN ജംഗ്ഷനെ നെഗറ്റീവ് ടെർമിനലും അതേപോലെ തന്നെ എന്നിനെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ബയാസ് എന്ന് വിളിക്കും. സോ ഫോർവേഡ് ബയാസിങ്ങിലും റിവേഴ്സ് ബയാസിങ്ങിലും എന്താണ് സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് വരയ്ക്കാനാണ് എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ അക്രോസ് ഞാൻ Pനെ നെഗറ്റീവ് ടെർമിനലും എന്നിനെ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന അമ്മീറ്ററിന്റെ റീഡിംഗ് നോക്കണം, മൈക്രോ ആംപിയറിലാണ്. സോ റിവേഴ്സ് ബയാസിൽ കറണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ കറണ്ടാണ്. ആ ചെറിയ കറണ്ട് നമ്മൾ മൈക്രോ ആംപിയറിൽ റെപ്രസെന്റ് ചെയ്യുക. വേറെ മൈക്രോ 10⁻⁻6 ആംപിയറിലാണ്. എന്നാൽ ഫോർവേഡ് ബയാസിൽ Pനെ നമ്മൾ പോസിറ്റീവ് ടെർമിനലും എന്നിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. സോ അത് മില്ലി ആംപിയറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ അതൊന്നും ആദ്യം ആലോചിക്കുക, മൈക്രോ ആംപിയർ ആൻഡ് മില്ലി ആംപിയർ. ദെൻ ഈ PN ജംഗ്ഷൻ ഡയോഡിൽ PN ജംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു? ഫോർവേഡ് ബയാസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉള്ള കാര്യം അല്ലേ. ഒരു ബാരിയർ പൊട്ടൻഷ്യൽ അവിടെ ഉള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. സോ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ ബ്രേക്ക് ചെയ്യും?
അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഐഡിയ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ ഇതൊരു പി എൻ ജംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. ഒരു പി എൻ ജംഗ്ഷനിൽ നമ്മൾ സംസാരിക്കുന്ന പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇവിടെ എന്തുണ്ട് മക്കളെ? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഈ ഒരു സാധനത്തിനെ ഫോർവേഡ്, ഇത് പി ആണ്, ഇത് എൻ ആണ്, ഇതിന് നമ്മൾ ഫോർവേഡ് ബയാസ് ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടുത്തെ പോസിറ്റീവ് സൈഡ്സ്, ഇവിടെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ ഇവിടെ എന്നിൽ എന്തുണ്ടാവും? നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവുമല്ലോ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യടാ? ഈ പോസിറ്റീവ് ഇവിടുന്ന് ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളും, ഈ നെഗറ്റീവ് ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളും. സോ ഇവരുടെ ബാരിയർ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ബാരിയർ, ഇവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഈ ബാരിയർ കുറഞ്ഞ് എന്താവും? ആ ബാരിയർ ഒരു പോയിന്റ് വരെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ബാരിയർ ബ്രേക്ക് ആവും. ആ ബാരിയർ ബ്രേക്ക് ചെയ്തതിനു ശേഷം എന്ത് സംഭവിക്കും? ഇതിലൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കും. അതാണ് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കുന്ന IV ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്ന ഐഡിയ. ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് പിയിൽ ഉണ്ടാവുന്ന ആളുകളും എന്നിൽ ഉണ്ടാവുന്ന ആളുകളും രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ ഇങ്ങനെ വന്ന് ഇവർ തമ്മിലുണ്ടാവുന്ന ബാരിയർ സ്ലോ ആയി, അല്ലെങ്കിൽ ബാരിയർ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ബാരിയർ മെല്ലെ ബാരിയർ പൊട്ടൻഷ്യലിലേക്ക് എത്തിയതിനു ശേഷം, അത് പൊട്ടിയതിനു ശേഷം എന്ത് സംഭവിക്കൂടാ? അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും, ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് മില്ലി ആംപിയറിലാണ് ഉണ്ടാവുക. അത്രയേ ഉള്ളൂ നിങ്ങൾ ഇതിൽ പഠിക്കാൻ. അപ്പോൾ ഇനി ഗ്രാഫ് വരയ്ക്കാൻ എങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക? ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, IV ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യുന്നില്ല? വോൾട്ടേജ് കൂടുന്ന വരെ ഒരു പോയിന്റ് വരെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ഈ ബാരിയർ പൊട്ടൻഷ്യൽ വരെ എന്ത് ഉണ്ടാവുന്നില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ബാരിയർ പൊട്ടൻഷ്യൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്നൊരു സ്ട്രൈക്ക് സംഭവിക്കുന്നുണ്ട്. സോ ബാരിയർ പൊട്ടൻഷ്യൽ വരെ എന്ത് സംഭവിക്കുന്നില്ല? കറണ്ട് ഫ്ലോ സംഭവിക്കുന്നില്ല. എന്നാൽ ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? പെട്ടെന്നൊരു കറണ്ട് ഫ്ലോ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ നമ്മൾ നേരെ തിരിച്ച് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതേ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്നു. ഇതേ ആളുകളെ നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ പിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനലും എന്നിനെ നമ്മൾ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നു. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഉണ്ടാകുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നേരത്തെ ഫോർവേഡ് ബയാസിൽ ഇവർ അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് സംഭവിക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നത്? ഡിപ്ലീഷൻ ലെയർ കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് സംഭവിക്കും? ഇവരുടെ ഡിപ്ലീഷൻ ലെയർ കുറയാണോ കൂടാണോ ചെയ്യുക? ഓഫ് കോഴ്സ് ഡിപ്ലീഷൻ ലെയർ കൂടുക ചെയ്യുക. ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ ലെയർ കുറച്ചിട്ടാണ് എന്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ സംഭവിക്കുന്നതെങ്കിൽ, നമ്മുടെ റിവേഴ്സ് ബയാസിൽ ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് കൂടുക ചെയ്യുക. തിക്നെസ് കൂടുന്ന സമയത്ത് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? മെയിൻലി ഉണ്ടാവുന്ന ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവില്ല. മെജോറിറ്റി ആളുകൾ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവില്ല. എന്നാൽ കൂടി ഇവിടെ മൈനോറിറ്റി ചാർജ് ഏരിയസ് ഇല്ലേ? ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ മൈനോറിറ്റി ചാർജ് ഏരിയസ് നെഗറ്റീവ് ഉണ്ടാവും, ഇവിടുത്തെ മൈനോറിറ്റി ചാർജ് ഏരിയസ് പോസിറ്റീവ് ഉണ്ടാവും. അവരുടെ ഒരു ഫ്ലോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും, ചെറിയ രീതിയിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് നമ്മൾ മൈക്രോ ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ വളരെ ചെറിയ അളവിൽ നമുക്ക് ചെറിയ രീതിയിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ടാവുന്നുണ്ട്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് കറണ്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫോർവേഡ് ബയാസിലെ ഡിഫ്യൂഷൻ കറണ്ട് ആണെങ്കിൽ റിവേഴ്സ് ബയാസിൽ ഡ്രിഫ്റ്റ് കറണ്ട് ആണെന്നൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ആ കറണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതിന്റെ വാല്യൂ വളരെ കുറഞ്ഞ രീതിയിൽ അതിന്റെ വാല്യൂ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ റിവേഴ്സ് ബയാസിൽ നിൽക്കുന്ന ഡയോഡിന് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തെന്ന് വിചാരിക്കും. ആ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന ഇൻസ്റ്റന്റിൽ എന്ത് സംഭവിക്കും അറിയോ? പെട്ടെന്നൊരു സ്ട്രൈക്ക് സംഭവിക്കും. ആ ഒരു വോൾട്ടേജ് റിവേഴ്സ് ബയാസിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് കറണ്ട് വളരെ ഇതിൽ കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിളിക്കും. അതാണ് നിങ്ങൾ സെനാർ വോൾട്ടേജ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സെനാർ വോൾട്ടേജിന്റെ ഐഡിയയും കൂടി നിങ്ങളെ മനസ്സിൽ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് ആണ്. ആ ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് മക്കൾ ശ്രദ്ധിച്ചു വെക്കുക. അതാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ P പോസിറ്റീവ് N നെഗറ്റീവ്, റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ P നെഗറ്റീവ് N പോസിറ്റീവ് എന്ന രീതിയിൽ ആലോചിക്കുക. ഫോർവേഡ് ബയാസിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ എന്ത് സംഭവിക്കുന്നില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം എന്ത് സംഭവിക്കുക? ഒരു സ്ട്രൈക്ക് കറണ്ട് കൂടുന്നു. അതുപോലെ റിവേഴ്സ് ബയാസിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവുന്നത്, ഡിപ്ലീഷൻ ലെയർ തിക്നെസ് കൂടാണ് ചെയ്യുക. അവിടെ ഒരു പൊട്ടൻഷ്യൽ എത്തുന്ന സമയത്ത്, ഒരു വോൾട്ടേജ് എത്തുന്ന സമയത്ത് കറണ്ട് പെട്ടെന്ന് കൂടുന്നു. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഗ്രാഫ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഗ്രാഫ് മക്കൾ നിർബന്ധമായിട്ടും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് എക്സ്പെരിമെന്റിലൂടെ നിങ്ങൾക്ക് ഓരോരോ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് ഇനി എൻട്രൻസിന് വേണ്ടത് ഇതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗ്രാഫ് ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പിൽ പറയുന്ന തിയറി കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഫോക്കസ്ഡ് ആവും. അതാണ് ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് ഇനി അടുത്ത എക്സ്പെരിമെന്റിൽ മൂവ് ചെയ്ത് നോക്കാം. സോ തൊട്ട് മുന്നേ നമ്മൾ ഫോർവേഡ് ബയാസിന്റെയും റിവേഴ്സ് ബയാസിന്റെയും IV ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത്
നമ്മൾ പറഞ്ഞായിരുന്നു റിവേഴ്സ് ബയാസിംഗിൽ ഒരു ഹൈ വോൾട്ടേജ് എത്തുന്ന സമയത്ത് കറണ്ട് പെട്ടെന്ന് സ്പൈക്ക് ആവുന്ന അല്ലെങ്കിൽ കറണ്ട് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്നുള്ള കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്നുള്ള പോയിന്റ്സുകൾ മാത്രം സംസാരിക്കുന്നത്. എന്നാൽ കൂടി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അതായത് നമുക്കറിയാം റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലേ. പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പി എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവും എൻ പോസിറ്റീവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ബാരിയർ കൂടുമല്ലോ. സോ ഇവിടെ ബാരിയർ കൂടും. ഇവിടെ ചെറിയ രീതിയിൽ ചെറിയൊരു കറണ്ട്, അതിനെ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് വിളിച്ചു. മൈനോറിറ്റി ചാർജ് ഏരിയസ് കാരണം ഉണ്ടാകുന്ന കറണ്ട് അവിടെ ഉണ്ടെന്ന് നമ്മൾ സംസാരിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ പറയാണ് ഇവിടത്തെ ഉണ്ടാകുന്ന ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകുന്ന മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ നമ്മളൊരു ഹൈ വോൾട്ടേജിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പൊട്ടും. അപ്പോൾ സെനാർ ബ്രേക്ക് ഡൗൺ ഉണ്ട്, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ നിങ്ങൾ പഠിക്കുക. 2 റീസൺസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സെനാർ ബ്രേക്ക് ഡൗൺ പറയുകയാണെങ്കിൽ എന്തായിരുന്നു, ഹൈ വോൾട്ടേജ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഹൈ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയും ആ ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ ബോൺസിനെ പൊട്ടിക്കുകയും അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കൂടുകയും അവിടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് കറണ്ട് പെട്ടെന്ന് കൂടുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സെനാർ ബ്രേക്ക് ഡൗണിൽ. അതായത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഹൈ ഹെവിലി ഡോപ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഉപയോഗിക്കുന്നു. എന്തിനാ, വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. എന്താണ് ഒരു സെനർ ഡയോഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പണ്ട് വീട്ടിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ട്, വേഗം ടി വി ഓഫ് ആക്കിക്കോ എന്നൊക്കെ സംസാരിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കേണ്ട ഒരു ഡയലോഗാണത്. അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് നമ്മുടെ ടി വി ഒന്നും കേടാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനുള്ളിലൊക്കെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്റർ എന്താ ചെയ്യുന്നതെന്നാണ് നമ്മൾ സെനർ ഡയോഡ് ഉപയോഗിച്ചാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെനർ ഡയോഡാണ് അവിടെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ നോക്കണം, നമ്മളെ സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് കറണ്ട് വലിയ രീതിയിൽ കറണ്ട് കൂടുന്നു. വലിയ രീതിയിൽ കറണ്ട് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, വലിയ രീതിയിൽ കറണ്ട് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, വോൾട്ടേജിൽ മാറ്റം സംഭവിക്കുമല്ലോ അല്ലേ. കറണ്ട് വലിയ രീതിയിൽ കൂടുകയാണെങ്കിൽ വോൾട്ടേജ് കൂടും. പക്ഷേ ഇവിടെ സെനാർ ഡയോഡിൽ നിങ്ങൾ കാണുന്നുണ്ട് അറ്റ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ കറണ്ട് എത്ര കൂടുകയാണെങ്കിലും വോൾട്ടേജിൽ റിമെയിൻ സെയിം ആണ്. വോൾട്ടേജിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ ഐഡിയ ആണ് നമ്മൾ ശരിക്കും സെനാർ ഡയോഡിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളെ സിസ്റ്റത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വീട്ടിൽ നമ്മൾ ടി വിയോ ഫ്രിഡ്ജോ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഒരു സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇൻബിൽഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നതൊക്കെ. അപ്പോൾ ആ ലോജിക്ക് എന്താ, അവിടെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് വോൾട്ടേജിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമ്പോൾ, അതായത് കറണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നു, ലോഡ് കൂടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കറണ്ട് പെട്ടെന്ന് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും നമുക്ക് എന്ത് വരാൻ വേണ്ടി പാടില്ല, വോൾട്ടേജിൽ ഒരു മാറ്റവും വരാൻ വേണ്ടി പാടില്ല. സോ അവിടെ നമ്മൾ ഉപയോഗിക്കുക സെനർ ഡയോഡാണ്. അപ്പോൾ സെനർ ഡയോഡിന്റെ ചിഹ്നം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഡയോഡിന്റെ മുകളിൽ നമ്മൾ സെനറിന്റെ ചിഹ്നം എന്താ, സെഡ് അല്ലേ. ആ സെഡ് എന്നുള്ള സാധനം ചേർത്ത് വെക്കുന്നതാണ് എന്ത്, ഡയോഡ്, എന്താ പറയാ, സെനർ ഡയോഡിന്റെ ചിഹ്നം. ആദ്യം ഈ ചിഹ്നം മനസ്സിലാക്കി വെക്കുക. ഇതാണ് സെനർ ഡയോഡിന്റെ റെപ്രസെന്റേഷൻ. ഈ സെനർ ഡയോഡ് നമ്മൾ ലോഡിന്റെ ആയിട്ട് പാരലലി കണക്ട് ചെയ്യും. അപ്പോൾ സെനർ ഡയോഡിന് പറ്റുന്ന വോൾട്ടേജ് എത്രയാണ്, 100 ആണെങ്കിൽ ലോഡിന് എത്രയേ കിട്ടുള്ളൂ, 100 ആണ്. അതിൽ കൂടുതൽ വോൾട്ടേജ് വന്നാൽ അതൊക്കെ എന്ത് ചെയ്യും, സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച് ചെറിയ രീതിയിലാണ് കറണ്ട് ഉണ്ടാവുക. ഇവിടെ നമ്മൾ കൂടുതൽ വോൾട്ടേജ് ഹൈ വോൾട്ടേജിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കൂടാ, അവിടെ കറണ്ട് ഒരു സ്ട്രൈക്ക് സംഭവിക്കും. അറ്റ് എനി കറണ്ട് എത്ര കൂടിയാലും അവിടുത്തെ വോൾട്ടേജ് മാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഒരു സെനർ ഡയോഡിനെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ചോദ്യം പ്രോബ്ലംസ് ആണ് വരിക. ഇതിൽ നിന്ന് എന്താ വരിക മക്കളെ, പ്രോബ്ലംസ് ആണ് വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് 2 എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ട്, അതേപോലെ സെനാർ ബ്രേക്ക് ഡൗൺസ് ഉണ്ട്. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സമയത്ത് കൊളീഷൻ കൂടുക, ആളുകൾ കൂട്ടിയിടിച്ച് എന്ത് ചെയ്യുക, കുറേ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് കോവാലന്റ് ബോൺസ് ബ്രേക്ക് ചെയ്ത് കുറേ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ റിഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തേക്ക് വരും. അവരെല്ലാവരുടെയും ഫ്ലോ കാരണമാണ് അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം എന്ത് ചെയ്യും, കറണ്ട് പെട്ടെന്ന് കൂടുന്നത്. അതാണ് അതിന്റെ റീസൺ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇവിടെ കറണ്ട് എത്ര കൂടിയാലും വോൾട്ടേജിൽ ഒരു മാറ്റവും വരാൻ വേണ്ടി പാടില്ല. അതാണ് നമ്മൾ പറയുന്ന സെനർ ഡയോഡ് വോൾട്ടേജ്. അപ്പോൾ ഇതിന്ന് വരുന്ന ചോദ്യം ഫിഗർ ഇങ്ങനെയാണ്. സെനർ ഡയോഡ് നമ്മൾ അതിന് അക്രോസ് ഒരു വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ അതാണ് സെനർ ഡയോഡ് വോൾട്ടേജ് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. അതിലുണ്ടാവുന്ന കറണ്ട് മൈക്രോ ആംപിയറിലായിരിക്കും. ഇതെന്തായിരിക്കണം, റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കണം, ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് നിങ്ങളെ മനസ്സിൽ വേണം. ഇതിന്ന് വരുന്ന ചോദ്യം എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന ചോദ്യം എങ്ങനെ ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണേ. അതായത് സെനർ ഡയോഡിന്റെ അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് കണക്ട് ചെയ്യുക. സെനർ ഡയോഡിന്റെ അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോഡ് കണക്ട് ചെയ്യുക. അപ്പോൾ സെനർ ഡയോഡിലേക്ക് വരുന്ന വോൾട്ടേജ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സെനർ ഡയോഡ് ഹാസ് എ വോൾട്ടേജ് 30 വോൾട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ 30 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അക്രോസ് ഉണ്ടാവുന്ന ലോഡിലും എത്രയും വരാൻ വേണ്ടി പാടുള്ളൂ, 30 വോൾട്ടേ വരുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്ക്,
നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം എത്ര കൊടുക്കുന്നുണ്ട്? 90 വോൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30 വോൾട്ട് നിങ്ങൾ സൈനറോയിഡിന്റെ അക്രോസ് കൊടുക്കുകയാണെങ്കിൽ അതിന് പാരലി കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിലും എത്രയായിരിക്കും? 30 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 90 വോൾട്ട് കൊടുത്താൽ ബാക്കിയുള്ള കംപ്ലീറ്റ് വോൾട്ടും എവിടെയായിരിക്കും? ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിരിക്കും. അത് എത്രയാണ് വരിക? 60 വോൾട്ട് അല്ലേ? 60 വോൾട്ട് ഈ 4 കിലോ ഓം ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് കിലോ ഓം എന്നുള്ള ടൈമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 30 വോൾട്ട് പാരലി കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കുണ്ടാവും. എന്നാൽ 60 വോൾട്ട് എന്തായിരിക്കും? അതിൽ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇത് 90 മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നു? 90 മാറ്റി നിങ്ങളൊരു 300 ആക്കുന്നു എന്ന് വിചാരിക്കും. 300 ആക്കിയാലും ഇതിന്റെ അക്രോസ് എത്രയേ പറ്റുള്ളൂ? 30 വോൾട്ടേ വരുള്ളൂ. കാരണം ഇതിന്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് അത് 30 എടുക്കുള്ളൂ. ബാക്കി മൊത്തം എത്രയായിരിക്കും? ബാക്കി 270 വോൾട്ട് എവിടെയായിരിക്കും? ഈ റെസിസ്റ്റൻസിന്റെ അക്രോസാ പോവുക. അതുകൊണ്ടാണ് ഇതുമായിട്ട് പാരലി കണക്ട് ചെയ്യുമ്പോൾ ഈ ലോഡ് നമ്മൾ വോൾട്ടേജ് എത്ര കറണ്ട് കൂടിയാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? ദ കറണ്ട് പാസിംഗ് ത്രൂ ദ ഡയോഡ് അല്ലേ? ഈ ഡയോഡിലൂടെ പോകുന്ന കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതിലൂടെ വരുന്ന കറണ്ട് I ആണെങ്കിൽ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് IZ ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I ഡാഷ് എന്ന് വിചാരിക്കും. വാട്ട് ഈസ് I ഡാഷ്? I ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 5 × 10⁻³ അപ്പോൾ നമുക്ക് അത് 6 × 10⁻³ ആംപിയർ ദാറ്റ് ക്യാൻ ബി ട്രാ 6 മില്ലി ആംപിയർ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇതിലൂടെ വരുന്ന കറണ്ട് 6 മില്ലി ആംപിയർ ആണെന്ന് മനസ്സിലായി. ഇതിലൂടെ വരുന്ന കറണ്ടോ I എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് 60 ആണ്. അതിന്റെ റെസിസ്റ്റൻസ് 4 കിലോ ഓം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 60 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്ന സമയത്ത് 15 മില്ലി ആംപിയർ എന്ന് വരും. 15 മില്ലി ആംപിയർ. അപ്പോൾ ഇതിലൂടെ വരുന്ന കറണ്ട് 15 മില്ലി ആംപിയർ. അതിൽ നിന്ന് 6 മില്ലി ആംപിയർ പോയി കഴിഞ്ഞാൽ ബാക്കി ഡയോഡിലൂടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 9 മില്ലി ആംപിയർ അല്ലേ? കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? ഇത് രണ്ടും കൂടി ആഡ് ഓൺ ചെയ്താൽ നമുക്ക് 15 മില്ലി ആംപിയർ വരണം. അതുകൊണ്ട് ഡയോഡിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 9 മില്ലി ആംപിയർ ആയിരിക്കും. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സോ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതായത് സെനർഡയോഡിന്റെ അക്രോസ് ഉണ്ടാവുന്ന പാരലി കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് വോൾട്ടേജ് എത്രയാണോ അത് തന്നെയായിരിക്കും സെനർഡയോഡിന്റെ വോൾട്ടേജ് എത്രയാണോ അത് തന്നെയായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. ബാക്കി വോൾട്ടേജ് മൊത്തം ആ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിലായിരിക്കും. അയാളുടെ കറണ്ട് കണ്ടുപിടിക്കുക, മറ്റവന്റെ കറണ്ട് കണ്ടുപിടിക്കുക, ഡയോഡിലൂടെ വരുന്ന കറണ്ട് കണ്ടുപിടിക്കുക. ഈ ഒരു ടൈപ്പ് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിന്ന്. കാരണം നിങ്ങൾ നോക്കുക, ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ തിയറി മൊത്തം നമ്മൾ പഠിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തതാണ്. എന്നാൽ കൂടി എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ കൂടി ഈ തിയറി പറയുന്നത് കൊണ്ട് ഈ തിയറി നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ എക്സ്പെരിമെന്റൽ സെറ്റപ്പിലും എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൽ പറയുന്ന ടേമുകൾ ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒന്നുകൂടി പഠിക്കാൻ മാത്രം ശ്രമിക്കുക. നമ്മൾ പഠിച്ച തിയറി തന്നെയാണ്. സോ നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് നോക്കണേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡയോഡ്, LED, റെസിസ്റ്റർ, എ കപ്പാസിറ്റർ ഫ്രം എ മിക്സ്ഡ് കളക്ഷൻ ഓഫ് സച്ച് ഐറ്റംസ്. കുറെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ IC മീൻസ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഓരോരുത്തരും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നിങ്ങൾ ധാരണ വെക്കണം. അതായത് ടെർമിനൽസ് കൂടുതലാണെങ്കിൽ ഫോർ ഒരു ഇന്റഗ്രേറ്റഡ് ചിപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു ഇന്റഗ്രേറ്റഡ് ചിപ്പിൽ ടെർമിനൽസ് കൂടുതലായിരിക്കും. ടെർമിനൽസ് കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഇറ്റ് ഹാസ് 4 or more terminals and as an appearance of a chip. ഒരു ബ്ലാക്ക് റെക്ടാങ്കുലർ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റഡ് ചിപ്പ് എന്ന് വിളിക്കാം. IC ആണ്. ദെൻ 3 ടെർമിനൽസ് ആണെങ്കിൽ നമ്മൾ അതിന് വിളിക്കും ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കും. 3 ടെർമിനൽസ് ആണെങ്കിൽ അതിന് വിളിക്കും ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കും. 3 ടെർമിനൽസ് ആണെങ്കിൽ നമ്മൾ അതിന് വിളിക്കണം ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കും. ദെൻ 2 ടെർമിനൽ ആവുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, ഇഫ് ദ കോമ്പണന്റ് ഹാസ് 2 terminals ഇറ്റ് കുഡ് ബി 2 ടെർമിനൽസ് വരുന്ന സമയത്ത് അത് എന്തൊക്കെയാവാം? റെസിസ്റ്റർ ആവുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, കളർ കോഡ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. BB റോയി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ്. അപ്പോൾ കളർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റെസിസ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, കപ്പാസിറ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ LED നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് പിന്നെ റെസിസ്റ്റർ നമ്മൾ സംസാരിച്ചു, കളർ കോഡ് ഉപയോഗിച്ച്, കപ്പാസിറ്റർ, ഡയോഡ്. അപ്പോൾ ഡയോഡ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി വെക്കും? ഡയോഡ് അതൊക്കെ എന്താണ് 2 ടെർമിനൽസ് ആണ്. 3 ടെർമിനൽസ് ആണെങ്കിൽ നോർമലി നമ്മൾ പഠിക്കുന്ന ട്രാൻസിസ്റ്റർ ആണ്. 3-ൽ കൂടുതലാണെങ്കിൽ 4 അതിൽ കൂടുതലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചിപ്പാണ്. 2 ആളുകളാണ് വരുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ ഡയോഡ് അതേപോലെ തന്നെ റെസിസ്റ്റർ, കപ്പാസിറ്റർ മനസ്സിലാക്കും? അത് നമ്മൾ മൾട്ടിമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക, കളർ കോഡ് നോക്കുമ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫിഗറും തരാൻ വേണ്ടി പോകുന്നില്ല. ഇൻകേസ് ഫിഗർ തരികയാണെങ്കിൽ നമുക്ക് അവസാനം ഫിഗർ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കളർ കോഡ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് റെസിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2 ടെർമിനൽസ് ഉള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു റെസിസ്റ്ററെ നമ്മളൊരു മൾട്ടിമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും.
അതുപോലെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, തിരിച്ച് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു മൾട്ടിമീറ്റർ ഇസ് എ ഡിവൈസ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മൾട്ടിമീറ്റർ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനെയും മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്ത് നോക്കും. അതായത് കളർ ബാൻഡ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്, റെസിസ്റ്റർ ആണ്, കാർബൺ റെസിസ്റ്റർ ആണ്. ഫോളോഡ് ബൈ സിൽവർ ഗോൾഡ് ബാൻഡ്, കോമൺ ഇസ് എ റെസിസ്റ്റർ. മൾട്ടിമീറ്റർ നമ്മൾ കണക്ട് ചെയ്യും. ഇത് കോമൺ ഓഫ് ടെർമിനൽ ആൻഡ് വാച്ച് ഫോർ മൾട്ടിമീറ്റർ ഡിഫ്ലക്ഷൻ, ഓൾസോ റിപ്പീറ്റ് റിവേഴ്സിംഗ് ദ കോമൺ. അതായത് നമ്മൾ മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലും എൻസ് തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിലും അതെന്ത് ചെയ്യും, അതിലൂടെ കറണ്ട് ഫ്ലോ, ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈക്വൽ ഡിഫ്ലക്ഷൻ ഇൻ ബോത്ത് ദ ഡയറക്ഷൻ ദ കോമൺ ഈസ് എ റെസിസ്റ്റർ. അപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കുമ്പോൾ അത് കാർബൺ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ട് എൻഡിലും നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് ഇവിടെ പോസിറ്റീവ് കൊടുത്ത് നെഗറ്റീവ് കൊടുക്കുമ്പോൾ അതിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇനി തല തിരിച്ച് നിങ്ങൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് കൊടുത്താലും എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കും. അതായത് ഇങ്ങനെ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഈക്വൽ ഡിഫ്ലക്ഷൻ കാണിക്കും ഇഫ് ഇറ്റ് ഈസ് റെസിസ്റ്റർ. എന്നാൽ അപ്പോൾ റെസിസ്റ്റർ മനസ്സിലായി, മൾട്ടിമീറ്റർ രണ്ട് ഡയറക്ഷനിലും കാണിക്കണം. എന്നാൽ കപ്പാസിറ്റർ ആണെങ്കിലോ, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഞാൻ ഓരോന്ന് നോക്കാം. ഇഫ് ദ ഡിഫ്ലക്ഷൻ ഈസ് അക്കമ്പനിഡ് ബൈ ദ എമിഷൻ ഓഫ് ലൈറ്റ്, അതായത് നിങ്ങൾ ആദ്യം LED ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് രണ്ട് ടെർമിനൽസ് ഉള്ള ഒരു ഡിവൈസ് തന്നു, എന്നിട്ട് നിങ്ങൾ മൾട്ടിമീറ്ററിൽ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തപ്പോൾ അത് ഡിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ അത് ലൈറ്റ് എമിറ്റും കൂടി ചെയ്തു. ഡിഫ്ലക്ഷൻ കാണിച്ചു, അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് എമിറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻ വൺ ഡയറക്ഷൻ. റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തപ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യോ, ഇല്ല. അപ്പോൾ മച്ച് ലെസ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് മച്ച് ലെസ് ഓർ സീറോ ഡിഫ്ലക്ഷൻ ഇൻ ദ അതർ ഡയറക്ഷൻ. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിവേഴ്സ് ബയാസിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ അതെന്താണ്, LED ആണ്. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്തുള്ളൂ, ഡിഫ്ലക്ഷൻ കാണിക്കുന്നുള്ളൂ. ആ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന സമയത്ത് ലൈറ്റ് എമിറ്റും കൂടിയാണെങ്കിൽ അത് LED ആണ്. ഇനി ഡയോഡ് ആണെങ്കിലോ, മൾട്ടിമീറ്റർ ഡസ് നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഷോസ് ഡിഫ്ലക്ഷൻ വിത്ത് നോ ലൈറ്റ് എമിഷൻ ഇൻ ദ അതർ ഡയറക്ഷൻ. അതായത് ഡയോഡിനെ നിങ്ങൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ കാണിക്കും, എന്നാൽ റിവേഴ്സ് ബയാസിൽ കാണിക്കുന്ന സമയത്ത് ഒരു ഡിഫ്ലക്ഷനും കാണിക്കില്ല. അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആവും, സാർ LEDയും ഡയോഡും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? എടാ LED ആവുന്ന സമയത്ത് റിവേഴ്സ് ബയാസിൽ ഒന്നും കാണിക്കുന്നില്ല, ഡയോഡ് ആയിക്കോട്ടെ LED ആയിക്കോട്ടെ, റിവേഴ്സ് ബയാസിൽ ഒരു ഡിഫ്ലക്ഷനും കാണിക്കുന്നില്ല. എന്നാൽ ഫോർവേഡ് ബയാസിൽ LED എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. ഡയോഡോ ഡിഫ്ലക്ഷൻ മാത്രമേ കാണിക്കുള്ളൂ, ലൈറ്റ് എമിറ്റ് ചെയ്യില്ല. അങ്ങനെ മനസ്സിലാക്കാം. ഇനി if the multimeter does not show any deflection on connecting its terminal either way to the component, it is a capacitor. ഒരു ഡിഫ്ലക്ഷനും കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, കറണ്ടിനെ DC ബ്ലോക്ക് ചെയ്യും. അത് ആലോചിച്ചാൽ മതി. ബട്ട് ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ലാർജ് ആണെങ്കിൽ, കപ്പാസിറ്റൻസ് വളരെ കൂടുതലാണ് എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, മൾട്ടിമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷനും കാണിക്കില്ല. ഭയങ്കര കപ്പാസിറ്റൻസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ, ഇഫ് ദ ഡിഫ്ലക്ഷൻ ഈസ് അക്കമ്പനിഡ് വിത്ത് മൂന്ന് ടെർമിനൽസ് ആണെങ്കിൽ ട്രാൻസിസ്റ്റർ, നോർമലി 4 അതിൽ കൂടുതലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചിപ്പ്, 2 ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഐഡിയ എങ്ങനെയാണ്, യൂണി ഡയറക്ഷനിൽ വിത്ത് എമിറ്റ്സ് നോ ലൈറ്റ്, ലൈറ്റ് എമിറ്റ് ചെയ്യാതെ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നതെങ്കിൽ അത് ഡയോഡാണ്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്, റിവേഴ്സ് ബയാസിൽ രണ്ടും വർക്ക് ചെയ്യുന്നില്ല, അത് LED ആണ്. രണ്ട് ഡയറക്ഷനിലേക്കും ഡിഫ്ലക്ഷൻ ഈക്വലി കാണിക്കുകയാണ്, റെസിസ്റ്റർ ആണ്. ഇനീഷ്യലി എന്ത് ചെയ്യും, വെരി ഹൈ ആയിരിക്കും കറണ്ട് ഉണ്ടാവുക. ഇനീഷ്യലി കറണ്ട് പാസ് ചെയ്യൂലേ, കപ്പാസിറ്ററിൽ ഇനീഷ്യലി കറണ്ട് പാസ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, പിന്നെ കറണ്ടിനെ കടത്തി വിടില്ല. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മൾട്ടിമീറ്ററിൽ എന്ത് ഉണ്ടാവില്ല, ഒരു ഡിഫ്ലക്ഷനും കാണിക്കില്ല. അതാണ് എന്ത്, കപ്പാസിറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ചോദ്യം നോക്ക് നിങ്ങൾ വെറുതെ. ഫോർ യൂസിംഗ് മൾട്ടിമീറ്റർ ടു ഐഡന്റിഫൈ ഡയോഡ് ഫ്രം ഇലക്ട്രിക്കൽ കോമ്പണന്റ്സ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ദ ഡയോഡ്. നോക്ക്, ഇറ്റ് ഈസ് 2 terminal device which conducts current in both direction. ബോത്ത് ഡയറക്ഷനിലും കറണ്ട് കാണിക്കും LED. ഡയോഡ് അല്ലേ വെച്ചിരിക്കുന്നത്, ബോത്ത് ഡയറക്ഷനിലേക്കും കറണ്ട് കാണിക്കും ഡയോഡ്, ഇല്ല. ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് കാണിക്കും വിത്തൗട്ട് എമിറ്റിംഗ് ലൈറ്റ് എമിറ്റ് ചെയ്യാണ്, അത് LED ആയിട്ട് മാറും. ഇറ്റ് ഈസ് 2 terminal device, ശരിയാണ്. വിച്ച് കണ്ടക്ട്സ് കറണ്ട് ഇൻ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമല്ലേ കറണ്ട് ഡിഫ്ലക്ഷൻ കാണിക്കുകയുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് കറണ്ട് ഗീവ്സ് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ വിച്ച് ഡീക്കേസ് ടു 0, അതൊന്നുമല്ല. സോ ആൻസർ ഏതാ വരിക, ഓപ്ഷൻ 2. 2 terminal ഡിവൈസ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കാണിക്കുള്ളൂ, റിവേഴ്സ് ബയാസിൽ കറണ്ട് കാണിക്കുന്നില്ല. എന്നാൽ ലൈറ്റ് എമിറ്റും കൂടി ചെയ്യുന്നില്ലെങ്കിൽ അത് ഡയോഡ്, ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് LED. റെസിസ്റ്റർ 2 ഡയറക്ഷനും ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് റെസിസ്റ്റർ. കപ്പാസിറ്റർ ഇനീഷ്യലി കാണിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് കാണിക്കില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കാൻ കേട്ടോ, ചിലപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം. A carbon resistor 47 plus or minus 4.7 kilo ohm is to be marked with rings of different colors. So for this identification, color code sequence ആണ്. കളർ കോഡ് സീക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം എന്താണ്, BB റോയി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫിൽ ഇടാം. ആ ഇക്വേഷൻ ഓർമ്മ, BB
റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ബി ബ്ലാക്ക് ആണ്. അപ്പോൾ 1 2 3 4 അല്ലേ? അത് 4 എന്ന് പറയുന്ന സമയത്ത് യെല്ലോ ആണ്. യെല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി 7 നോക്കടാ. 7 ഏതാ? 5 6 7. 7 ഏതാ? വയലറ്റ് അല്ലേ? സോ വയലറ്റ് വരുന്ന ഓപ്ഷൻ ഏതാ? യെല്ലോ വയലറ്റ് വരുന്ന ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അവസാനം ഇത് സിൽവർ ആണ്. 10% 47 10% ഇവിടെ 4.7 എഴുതിയിരിക്കുന്നത്. സോ ഓറഞ്ച് സിൽവർ എന്ന് വരും. അപ്പോൾ കളർ കോഡ് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കളർ കോഡ് ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി 2 ടെർമിനൽസ് ആവുന്ന സമയത്ത് മൾട്ടിമീറ്ററിൽ എന്ത് റിഫ്ലക്ഷൻ കാണിക്കുമ്പോഴാണ് അത് ഓരോരോ ഡിവൈസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓരോ ഡിവൈസ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ നിങ്ങൾക്ക് എന്തുകൂടി കാണിച്ചു തരാം? ഓരോ ഫിഗറും കൂടി കാണിച്ചു തരാം. ഓരോരുത്തരുടെയും ഫിഗർ, ഓരോരോ ഡിവൈസിൻ്റെ ഫിഗറും കൂടി ഞാൻ കാണിച്ചു തരാം. എടാ ഇതിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഓരോരുത്തരും നോക്ക്. നിങ്ങൾക്ക് ഇതിൽ ഓരോന്ന് ഫിഗർ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്ക്. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം ഇതെന്താണ്? LED ആണല്ലേ. ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇത് LED ആണ്. ദിസ് ഇസ് LED. ഇതൊക്കെ 2 ടെർമിനൽ ഡിവൈസാണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം കളർ കോഡ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് റെസിസ്റ്റർ ആണ്. ഇതാണ് എന്ത്? 2 ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ്, 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇനി ഇത് നോക്ക്, ഇത് ഡയോഡാണ്. ഇത് ഡയോഡ്. അതുപോലെ 3 ടെർമിനൽസ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? 3 ടെർമിനൽസ് ചേർത്ത് പിടിക്കുന്ന ഒരു സാധന സൈഡിൽ വെച്ചൊന്നേ ഉള്ളത് ഏതാ? ട്രാൻസിസ്റ്റർ. അപ്പോൾ 2 ടെർമിനൽസ് ഉള്ള ആളുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എക്സ്പെരിമെന്റ് പറയുന്ന കാര്യമാണ്, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ലാബ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഗ്ലാസ് ലാബിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എങ്ങനെയാണ് എന്താ പറയുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്ലാസ് ലാബിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഒക്കെ മെഷർ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പേര് ഓർക്കുക, ട്രാവലിംഗ് മൈക്രോസ്കോപ്പാണ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. സോ ഇങ്ങനത്തെ ഈ ഒരു മെഷർമെൻറ്റ്സിൽ നിന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു ചോദ്യം എക്സ്പെക്റ്റഡ് ആണ്. എക്സ്പെക്റ്റ് ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു മോഡൽ ചോദ്യവുമാണ്. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, 2 ടെർമിനൽ ഡിവൈസുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഒരൊറ്റ യൂണി ഡയറക്ഷനിൽ പോകുന്നു. കത്തുകയാണെങ്കിൽ LED, കത്തുന്നില്ലെങ്കിൽ ഡയോഡ്. 2 സൈഡിലും ഡിഫ്ലക്ഷൻ കാണിക്കാണ് റെസിസ്റ്റർ. ആദ്യം കാണിക്കും, പിന്നെ തീരെ കാണിക്കാത്തത് കപ്പാസിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഈ പഠിപ്പിച്ച ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പഠിച്ചതിനാണ്. അതിലാകെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഏതായിരിക്കും? ഐ തിങ്ക് ആ പുതിയ ഇൻഫർമേഷനായി വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ LED, ഡയോഡ്, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സംഭവമായിരിക്കാം നിങ്ങൾക്ക് ഒരു പുതുമ ഫീൽ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ താങ്ക് യു മൈ ഡിയേഴ്സ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. നല്ല ഉഷാറായിട്ട് നിങ്ങൾ എക്സാം ചെയ്തിട്ടെ. നമ്മളെ എക്സാമിങ് എത്തി അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ. സോ ഈ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ എക്സ്പെരിമെൻസിൻ്റെയും തിയറി ഭാഗമൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക, നല്ല ഉഷാറാക്കുക, എല്ലാ ടോപ്പിക്കും ഉഷാറാക്കുക. 45 ക്വസ്റ്റ്യൻസിൽ 45 നമ്മളങ്ങ് സ്കോർ ചെയ്ത് നമ്മളങ്ങ് ടോപ്പിലേക്ക് വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. താങ്ക് യു. ബൈ.